വെൽക്കം ഓൾ. നമ്മൾ കഴിഞ്ഞ ബയോളജി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നോൺ പാത്തോജനിക് ആയിട്ടുള്ള ഡിസീസസിനെ കുറിച്ചായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒക്യുപ്പേഷണൽ ഡിസീസുകൾ ഒരു 3 പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊഴിൽപരമായിട്ട് നമുക്ക് വരാവുന്ന രോഗങ്ങളെക്കുറിച്ചും അതിനുശേഷം ജനറ്റിക് ഡിസീസസ് ആയിട്ടുള്ള ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ക്യാൻസർ, ഈ 3 രോഗങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ്. അതായത് നമ്മുടെ ജീവിതശൈലി കൊണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതശൈലി കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, അവയുടെ കാരണം എന്തൊക്കെയാണ്, എന്ത കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആർ കോസ്ഡ് ബൈ അൺഹെൽത്തി ലിവിങ് സ്റ്റൈൽ. നോക്കിക്കേ, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ലിവിങ് സ്റ്റൈൽ കൊണ്ടാണ്, നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ജീവിതശൈലി കൊണ്ടാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ നമുക്ക് വരുന്നത്. The changes in food habits, lack of physical exercise, mental stress, bad habit like consumption of alcohol, drug abuse, smoking, etc. lead to various lifestyle diseases. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ റീസൺസ് ആണ് പറയുന്നത്. എന്തൊക്കെ റീസൺ കൊണ്ടുണ്ടാവുന്നുണ്ട്? ഫസ്റ്റ് പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ഹാബിറ്റാണ്. നമ്മുടെ ഭക്ഷണ രീതി, നമ്മൾ ശരിയായ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അധികം കൊഴുപ്പടങ്ങിയതും അല്ലെങ്കിൽ അജിനോമോട്ടോ, ഫുഡ് കളേഴ്സ്, അങ്ങനത്തെ ഒക്കെ ഒരുപാട് അടങ്ങിയ ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസസുകൾ ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ്, നമുക്ക് ബോഡിക്ക് വേണ്ട എക്സസൈസ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ദെൻ മെൻ്റൽ സ്ട്രെസ്സ്, അല്ലേ? മെൻ്റൽ സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഡിപ്രഷനോ അങ്ങനത്തെ കാര്യങ്ങളും ഹെഡ് ഏക്കൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ദെൻ ബാഡ് ഹാബിറ്റ് ലൈക്ക് കൺസംഷൻ ഓഫ് ആൽക്കഹോൾ, മദ്യപാനം, ഡ്രഗ് അബ്യൂസ്, സ്മോക്കിംഗ്, ഇവയൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസിനുള്ള കാരണങ്ങൾ. അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ആ ടേബിൾ നമുക്കൊന്ന് നോക്കാം. ടേബിൾ 4.1 ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അപ്പം പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെയാണ് ആ ഒരു ടേബിളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ബോക്സിൽ ഡിസീസസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ബോക്സിൽ കോസ്, എന്താണ് കാരണം. അവിടെ കൊടുത്ത ഡിസീസുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡയബറ്റീസ് കൊടുത്തിട്ടുണ്ട്, ഫാറ്റി ലിവർ, സ്ട്രോക്ക്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ അങ്ങനെ ഒരു 5 തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് കൊടുത്തത്. അതിൻ്റെ കാരണങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഡിസീസ് ഡയബറ്റീസ് ആണ്. ഇനി നമുക്ക് ഡയബറ്റീസിൻ്റെ കോസസ് നോക്കാം. ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ഓർ ഇറ്റ്സ് മാൽ ഫങ്ഷനിങ്. എന്താണ് പറയുന്നത്? ഇൻസുലിൻ്റെ കുറവോ അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യമോ എന്തിന് കാരണമാകുന്നു? ഡയബറ്റീസിന് കാരണമാകുന്നു. സെക്കൻഡ് വൺ ഫാറ്റി ലിവറാണ്. ഫാറ്റി ലിവറിൻ്റെ കോസ് എന്താണ് പറയുന്നത്? ഡിപ്പോസിഷൻ ഓഫ് എക്സസ് ഫാറ്റ് ഇൻ ദ ലിവർ. നമ്മുടെ ലിവറിൽ കൊഴുപ്പ് കൂടുതലായിട്ട് വന്ന് അടിയുന്നതാണ് ഫാറ്റി ലിവറിന് കാരണം. കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുവാൻ ഇടയാകുന്നതാണ് ഫാറ്റി ലിവറിൻ്റെ കാരണം. ഡയബറ്റീസ് എന്തായിരുന്നു? ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ഓർ ഇറ്റ്സ് മാൽ ഫങ്ഷനിങ്, അല്ലേ? ഇൻസുലിൻ്റെ കുറവോ അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യമോ ആണ് എന്തിന് കാരണം? ഡയബറ്റീസിന് കാരണം. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് സ്ട്രോക്കാണ്. സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷാഘാതം എന്ന് പറയും. റപ്ചർ ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ദ ബ്രെയിൻ, ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ. ഇവിടെ എന്താണ് പറയുന്നത്? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, രക്തപ്രവാഹം തടസ്സപ്പെടുന്നതും. അപ്പോൾ സ്ട്രോക്കിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് പറയുന്നത് മസ്തിഷ്കത്തിലുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നത്, റപ്ചർ ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ദ ബ്രെയിൻ, അല്ലേ? മസ്തിഷ്കത്തിലെ ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടുന്നത്. ദെൻ ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ. കൂടാതെ എന്താണ്? രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. ഇത് രണ്ടും എന്തിനുള്ള കാരണമാണ്? സ്ട്രോക്കിനുള്ള കാരണമാണ്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഹൈപ്പർ ടെൻഷനാണ്. ഹൈപ്പർ ടെൻഷൻ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. ഡിക്രീസ് ഇൻ ദ ഡയമീറ്റർ ഓഫ് ആർട്ടറീസ് ഡ്യൂ ടു ദ ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ്. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ രക്തധമനികളുടെയൊക്കെ ആ ഒരു വ്യാസം കുറഞ്ഞു വരികയാണ്. എങ്ങനെയാണ് വ്യാസം കുറഞ്ഞു വരുന്നത്? അവിടെ കൊഴുപ്പ് വന്ന് അടിയുന്നത്, അല്ലേ? അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്താണ്? ബ്ലഡ് ഫ്ലോ കുറയുന്നു, അവിടെ രക്തക്കട്ട ഫോം ചെയ്യുന്നു, അത് പൊട്ടുന്നു, ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്നു. ഇതൊക്കെ നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. അപ്പം ഹൈപ്പർ ടെൻഷനാണ് മറ്റൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മളെ ഭക്ഷണ രീതിയും വ്യായാമമില്ലായ്മയും ഒക്കെ കാരണമാണ് ഈ അസുഖങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത്, വരുന്നത്.
ഇനി ലാസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ ഡ്യൂ ടു ദ ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ കൊറോണറി ആർട്ടറീസ് വിച്ച് ക്യാരി ബ്ലഡ് ടു ദ ഹാർട്ട്. എന്താണ് പറയുന്നത്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ കാരണം. അപ്പം നമ്മൾ മെയിനായിട്ടുള്ള 5 ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഡയബറ്റീസ്, ദെൻ ഫാറ്റി ലിവർ, സ്ട്രോക്ക്, ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഹാർട്ട് അറ്റാക്ക്. ഇതിൻ്റെയൊക്കെ കോസസ് എന്താണ്, ഇതിൻ്റെയൊക്കെ കാരണം എന്നുള്ളതും വ്യക്തമായിട്ട് പഠിക്കുക. ഇനി അടുത്തതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഇലുസ്ട്രേഷൻ 4.8. ഒബ്സർവ് ദ ഇലുസ്ട്രേഷൻ 4.8 ഓൺ സം ഓഫ് ദ ഹെൽത്ത് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് സ്മോക്കിംഗ്. അതായത് ഈ ഒരു ഇലുസ്ട്രേഷൻ നിങ്ങളോട് നിരീക്ഷിക്കാൻ, നമ്മുടെ പുകവലി മൂലമുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ ഒരു ഇലുസ്ട്രേഷനിൽ കൊടുത്തിട്ടുള്ളത്. സ്മോക്കിംഗ് ആൻഡ് ഹെൽത്ത് ഹസാർഡ്സ്. ഫസ്റ്റിലത്തത് സ്ട്രോക്ക്, അഡിക്ഷൻ ടു നിക്കോട്ടിൻ. എന്താണ്? പക്ഷാഘാതവും നിക്കോട്ടിനോടുള്ള ഒരു അഡിക്ഷനുമാണ് ഫസ്റ്റിലത്തെ പറയുന്നത്. രണ്ടാമത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലങ് ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫസിമ. നമ്മളെ ലങ്ങിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? ലങ്സിനെ ലങ് ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫസിമ. ഇത് 3 നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, സ്മോക്കിംഗ് കൊണ്ടുണ്ടാകുന്ന ഡിസീസസ് എന്ന് പറഞ്ഞിട്ട്. ദെൻ നമ്മളെ ഹാർട്ടിനെ ബാധിക്കുന്നത് ഹൈപ്പർ ടെൻഷൻ, ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആർട്ടറീസ്, ഡിക്രീസ് ഇൻ ഫങ്ഷണൽ എഫിഷ്യൻസി. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകുന്നു. സ്മോക്കിംഗ് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത് ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആർട്ടറീസ്. നമ്മുടെ ധമനികളുടെ ഇലാസ്റ്റികത എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് എന്താണ്? ഡിക്രീസ് ഇൻ ഫങ്ഷണൽ എഫിഷ്യൻസി. പ്രവർത്തനക്ഷമത എന്ത് ചെയ്യുന്നു? കുറയുന്നു. നമ്മുടെ ഫങ്ഷണൽ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സ്മോക്കിംഗ് നമ്മുടെ ഓരോ ഓർഗനെയും എങ്ങനെ ബാധിക്കുന്നു എന്നാണ് പറഞ്ഞത്. ബ്രെയിനിൻ്റെ പടം കൊടുത്തിട്ട് പറഞ്ഞത് എന്താണ്? സ്ട്രോക്കും അഡീഷൻ ടു നിക്കോട്ടിൻ അല്ലേ? സ്ട്രോക്കും അഡീഷൻ ടു നിക്കോട്ടിനാണ് ബ്രെയിനിന് പറയുന്നത്. ദെൻ ലങ്സിന് പറയുന്നത് ലങ് ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫസിമ. ദെൻ ഹാർട്ടിനാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആർട്ടറീസ്, ദെൻ ഡിക്രീസ് ഇൻ ഫങ്ഷണൽ എഫിഷ്യൻസി. അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കുക. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ കണ്ടെത്തുന്ന വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ എഴുതി ചേർക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഒരുപാട് ഡിസീസുകൾ ഡിസ്കസ് ചെയ്തു അല്ലേ? മനുഷ്യരിൽ വരുന്ന ഒരുപാട് തരത്തിലുള്ള ഡിസീസുകൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കോസറ്റീവ് ഓർഗാനിസം ഏതാണെന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് സിംറ്റംസ്, റീസൺസ് എന്തൊക്കെയാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മൾ മനുഷ്യരിൽ മാത്രമാണോ ഡിസീസുകൾ ഉണ്ടാവുന്നത്? നിങ്ങൾ മനുഷ്യരിൽ മാത്രം ഡിസീസ് വന്നതാണോ കേട്ടിട്ടുള്ളത്? അല്ല അല്ലേ? മൃഗങ്ങൾക്കും ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ആർക്കും ഉണ്ടാകുന്നുണ്ട്? പ്ലാന്റ്സിനും ഉണ്ടാകുന്നുണ്ട് അല്ലേ? വീട്ടിലിപ്പോൾ കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ കുരുമുളകിന് അമ്മ അച്ഛനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ലേ? വാടി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ തെങ്ങിൻ്റെ ആണെങ്കിൽ കൂമ്പ് ചീഞ്ഞ്, അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? ടൈപ്പ് ഓഫ് ഡിസീസുകളാണ്. അതായത് പ്ലാന്റ്സിലും ആനിമൽസിലൊക്കെ വരുന്ന ഡിസീസുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ആനിമൽ ഡിസീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോട്ട് ഓൺലി ഹ്യൂമൻ ബീയിങ്സ് ബട്ട് ആനിമൽസ് ആർ ഓൾസോ എഫക്റ്റഡ് ബൈ ഡിസീസസ്. നോക്കിക്കേ, നമ്മൾ മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ പറഞ്ഞ ചില രോഗങ്ങളാണ് അവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പാത്തജൻ ഏതാണെന്നും പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, ഫസ്റ്റ് വൺ ആന്ത്രാക്സ്, നെക്സ്റ്റ് വൺ ഇൻഫ്ലമേഷൻ ഓഫ് അഡ്. അതായത് ആന്ത്രാക്സും അകിടു വീക്കവും അതിന് കാരണമായിട്ടുള്ള പാത്തജൻ എന്ന് പറയുന്നത് ബാക്ടീരിയയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളമ്പ് രോഗമാണ്, കന്നുകാലിയിലൊക്കെ കാണുന്ന കുളമ്പ് രോഗം. അതിന് കാരണമായിട്ടുള്ള പാത്തജൻ വൈറസ് ആണ്. അപ്പം ആനിമൽസിൽ വരുന്ന ചില ഡിസീസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? ആന്ത്രാക്സ്, ഇൻഫ്ലമേഷൻ ഓഫ് അഡ്, കാരണം ബാക്ടീരിയ. ദെൻ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് ഏതാണ്? കോസിറ്റീവ് ഓർഗാനിസം വൈറസ് ആണ്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും പേരുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടേബിളിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു ടേബിളിൽ എന്ത് ചെയ്യുക? വലിയതാക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് ഡിസീസസ് ആണ്. പ്ലാന്റ്സ് ആർ ഓൾസോ അഫക്റ്റഡ് ബൈ വേരിയസ് ഡിസീസസ് അല്ലേ? പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള രോഗങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അവിടെ പ്ലാന്റ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടും ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, സം പ്ലാന്റ് ഡിസീസസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പാത്തജൻ്റെ പേരാണ് ആദ്യം പറഞ്ഞത്, ദെൻ അടുത്ത ബോക്സിൽ ഡിസീസസും.
പാത്തജൻ ഏതൊക്കെയാണ്? ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്. ഈ ബാക്ടീരിയയും വൈറസും ഫംഗസും ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് അടുത്ത ബോക്സിൽ പറഞ്ഞത്. ഫസ്റ്റ് വൺ ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഏതൊക്കെയാണ്? ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാഡി, വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചൾ. ഏതൊക്കെയാണ്? ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാഡി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെൽച്ചെടിയിൽ ഉണ്ടാകുന്ന ബ്ലൈറ്റ് രോഗം. ദെൻ വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈദിനയിൽ ഉണ്ടാകുന്ന വാട്ടരോഗം. അപ്പോൾ അത് രണ്ടും ആരാണ് കാരണം? ബാക്ടീരിയ ആണ് കാരണം. ദെൻ വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മൊസൈക്ക് ഡിസീസ് ഇൻ പീ ആൻഡ് ടാപ്പിയോക്കോ. ഏതാണ്? പയർ, മരച്ചീനി എന്നിവയിൽ ഉണ്ടാകുന്ന മൊസൈക്ക് ഡിസീസ് വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. ദെൻ ബഞ്ചി ടോപ്പ് ബനാന. എന്താണ് ബഞ്ചി ടോപ്പ് ബനാന? വാഴയിലെ എന്താണ് കുറുനാമ്പ് രോഗം എന്ന് പറയും. ഇതിനും കാരണം ആരാണ്? വൈറസ് ആണ്. ഫംഗൽ ഡിസീസ് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ക്വിക്ക് വിൽറ്റിൻ പെപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ ദ്രുതവാട്ടം. ഇതെന്താണ്? ഒരു ഫംഗൽ ഡിസീസാണ്. അതായത് കുരുമുളകിൻ്റെ എന്താണ് മുകളിലൊക്കെ കറുത്ത കുത്തായിട്ട് കാണാം. അതൊക്കെ എന്താണ്? ടൈപ്പ് ഓഫ് ഫംഗൽ ഡിസീസാണ്. ദെൻ ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്, തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ. ബഡ് റോട്ട് ഓഫ് കോക്കനട്ട് ഇതെന്താണ്? ഒരു ഫംഗൽ ഡിസീസാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ബോക്സ് നോട്ട്ബുക്കിൽ വരയ്ക്കണം. ബാക്ടീരിയ വരുത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാഡി, വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചാൾ. ദെൻ വൈറസിൻ്റെ മൊസൈക്ക് ഡിസീസ് ഇൻ പീ ആൻഡ് ടാപ്പിയോക്കോ, ബഞ്ചി ടോപ്പ് ഓഫ് ബനാന. ഇത് രണ്ടും എന്താണ്? വൈറൽ ഡിസീസസ് ആണ്. ദെൻ ഫംഗസ് പരത്തുന്നത് ക്വിക്ക് വിൽറ്റ് ഇൻ പെപ്പർ, ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ആ ബോക്സിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 4th ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഡിസീസുകളെ കുറിച്ചായിരുന്നു ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് കീപ്പിംഗ് ഡിസീസ് എവേ അല്ലേ? അകറ്റി നിർത്താം രോഗങ്ങളെ. നമ്മൾ മൈക്രോ ഓർഗാനിസം എന്താണെന്നും ഡിസീസ് എന്താണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ചാപ്റ്റർ ആരംഭിച്ചത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ്. എങ്ങനെയൊക്കെ ഡിസീസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞത്. ദെൻ അതിനുശേഷം നമ്മൾ ചില ബാക്ടീരിയൽ ഡിസീസസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് നമ്മൾ റാറ്റ് ഫീവർ പറഞ്ഞു. റാറ്റ് ഫീവർ എന്താണ്? എലിപ്പനി. അതിന് കാരണമായിട്ടുള്ള കോസേറ്റീവ് ഓർഗാനിസം ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ്. ദെൻ ഡിഫ്തീരിയയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. തൊണ്ടമുള്ള്. അതിന് കാരണമായിട്ടുള്ള കോസേറ്റീവ് ഓർഗാനിസം കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്യൂബർകുലോസിസ്, ക്ഷയം. അതിന് കാരണമായിട്ടുള്ള പാത്തജൻ ഏതാണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. പിന്നെ വൈറസിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ഒരു ഔട്ട്ലൈൻ ആയിട്ട് പറഞ്ഞു. ദെൻ നിപ്പ വൈറസിനെ കുറിച്ചും എയ്ഡ്സിനെ കുറിച്ചും പറഞ്ഞു. എയ്ഡ്സിന് കാരണമായിട്ടുള്ള പാത്തജൻ ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്, HIV വൈറസ് ആണ്. ദെൻ എയ്ഡ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെത്തേഡുകൾ, എങ്ങനെയൊക്കെ എയ്ഡ്സ് മറ്റൊരാളിലേക്ക് പകരുന്നു പറഞ്ഞു. അതിനുശേഷം എയ്ഡ്സ് പകരാത്ത സാഹചര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫംഗൽ ഡിസീസ് ആയിട്ടുള്ള ഡാൻഡ്രഫ്, റിംഗ് വേം, അത്ലറ്റ് ഫുട്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോട്ടോസോവൽ ഡിസീസ് ആയിട്ടുള്ള മലേറിയയെക്കുറിച്ചായിരുന്നു. മലേറിയയുടെ പാത്തജൻ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോസോവയാണ്. അതിൻ്റെ വെക്റ്റർ ആരായിരുന്നു? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. മോസ്കിറ്റോസ് പരത്തുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യുക? ഒരു ബോക്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോകുന്നില്ല. ഈഡിസ്, ദെൻ അനോഫിലസ്, ക്യൂലെക്സ്, ഈ 3 മോസ്കിറ്റോസും പരത്തുന്ന രോഗങ്ങൾ ബോക്സിലാക്കി പഠിക്കുക. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നോൺ പാത്തോജനിക് ആയിട്ടുള്ള ഡിസീസസുകളാണ്, അതായത് പകരാത്ത രോഗങ്ങൾ. അങ്ങനെ ഒരു 4 കാറ്റഗറി നമ്മൾ പറഞ്ഞു. ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജനറ്റിക് ഡിസീസ്, ഓക്യുപ്പേഷണൽ ഡിസീസ്, ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്. അതിനുശേഷം നമ്മൾ ആനിമൽ ഡിസീസസിനെയും പ്ലാന്റ് ഡിസീസിനെയും കുറിച്ചും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. ഇനി ഇതിൻ്റെ ലെറ്റസ് അസസ് എന്നുള്ള ഭാഗം നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബാക്ടീരിയൽ ഡിസീസ്. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ബാക്ടീരിയൽ ഡിസീസ് അല്ലാത്തത് ഏതാണെന്നാണ് എഴുതേണ്ടത്. നോക്കിക്കേ, ട്യൂബർകുലോസിസ് ഉണ്ട്, നിപ്പ ഉണ്ട്, ഡിഫ്തീരിയ, ആന്ത്രാക്സ്. നമുക്ക് 2 കാര്യം നമുക്ക് ഉറപ്പാണ്. ട്യൂബർകുലോസിസും ഡിഫ്തീരിയയും ബാക്ടീരിയൽ ഡിസീസാണ്. ദെൻ നിപ്പ വൈറസ് എന്ത് ഡിസീസാണ്? വൈറൽ ഡിസീസാണ്. ആന്ത്രാക്സ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഡിസീസാണ്. നമ്മുടെ മനുഷ്യരിലല്ല, മൃഗങ്ങളിൽ കാണുന്നതാണ്.
ഇതിൽ ബാക്ടീരിയൽ ഡിസീസ് അല്ലാത്തത് ഏതാണ്? നിപ്പയാണ്. നിപ്പ എന്താണ്? ഒരു വൈറൽ ഡിസീസാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫുഡ് സേഫ്റ്റി വിൽ ബി അഡ്വേഴ്സ്ലി അഫക്ട് വിത്ത് ദ സ്പ്രെഡ് ഓഫ് പ്ലാന്റ് ഡിസീസ്. അത് അങ്ങനെ പറഞ്ഞിട്ട് 2 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. എ, ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? വൈ? ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ് ഡിസീസ്. അപ്പോൾ അവിടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ കാരണം എന്താണെന്നും പ്ലാന്റ് ഡിസീസിന് 2 എക്സാമ്പിൾ പറയാനുമാണ് പറഞ്ഞത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിപ്പയർ എ പാംലെറ്റ് ഇൻക്ലൂഡിങ് ദ മേജർ മെഷേഴ്സ് ടു ബി ടേക്കൺ ടു പ്രിവെൻറ്റ് റാറ്റ് ഫീവർ. അതായത് റാറ്റ് ഫീവറിൽ നിന്നും എടുക്കേണ്ട മുൻകരുതലുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാംലെറ്റ് തയ്യാറാക്കാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിനൊക്കെ ചോദിക്കുക കേട്ടോ, ഒരു പാംലെറ്റൊക്കെ തയ്യാറാക്കാൻ. ഇനി നെക്സ്റ്റ് പറയുന്നത്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാക്സിനേഷൻ ഇൻ പ്രിവെൻറ്റിംഗ് ഡിഫ്തീരിയ? ഡിഫ്തീരിയ പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ വാക്സിനേഷൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന്. നെക്സ്റ്റ്, വാട്ട് ഹെൽത്ത് ഹാബിറ്റ് ഷുഡ് ബി അഡോപ്റ്റഡ് ടു പ്രിവെൻറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്? അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള പ്രിവെൻഷൻസ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്തിരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിനി ബയോളജി പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ്. നമ്മുടെ 5th ചാപ്റ്ററാണ് സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ്. സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോൾജിയേഴ്സ്, കാവൽക്കാർ അല്ലെങ്കിൽ പട്ടാളം എന്നൊക്കെ പറയും. ദെൻ ഡിഫൻസ് എന്ന് പറഞ്ഞാലോ പ്രതിരോധം. അപ്പോൾ ഈ ഒരു പേരിനെ കൂട്ടി വായിക്കുകയാണെങ്കിൽ എന്താ മനസ്സിലാവുന്നത്? പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ബോഡിയിൽ ഒരുപാട് സോൾജിയേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന സോൾജിയേഴ്സ് ആരൊക്കെയാണ്? ഒന്ന് നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി നോക്കിക്കേ. നമ്മുടെ ബോഡിയിൽ നിങ്ങൾക്ക് പരിചയമുള്ള സോൾജിയേഴ്സിനെ ഒന്ന് എഴുതി വയ്ക്കാം. ഇനി ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമേജാണ് അല്ലേ? നമ്മുടെ ലോകം മുഴുവൻ ഇപ്പോൾ ഇങ്ങനെയാണ്. എവിടെ പോവുകയാണെങ്കിലും നമുക്ക് എന്താണ്, മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ മാസ്ക് ധരിക്കുന്നത്? ഏതോ ഒരു രോഗത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടല്ലേ? ഏത് രോഗമായിരുന്നത്? കോവിഡ്. അപ്പോൾ ഈ ഒരു മാസ്കിൻ്റെ ഈ ഒരു ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോവിഡ് എന്ന് മാത്രമല്ല, നമുക്ക് അനവധി രോഗങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം മാസ്ക് ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ പോലും, ഡസ്റ്റ് പോലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അലർജി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ മാസ്ക് ധരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ മാസ്ക് ധരിക്കുന്നത് കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങൾ പറയുന്നുണ്ട്. അതിലൊരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ജേംസ്. അതായത് രോഗാണുക്കളുടെ പ്രവേശനം എന്ത് ചെയ്യുന്നു? തടയുന്നു. പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അവിടെ എഴുതി ചേർക്കണം. അപ്പോൾ നമ്മൾ ഈ മാസ്ക് ധരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ തന്നെ കൊണ്ട് നടക്കുന്നതൊക്കെ എന്താണ്? ഈ രോഗാണുക്കൾ ഒരു പരിധി വരെ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്നത് എന്ത് ചെയ്യാണ്? പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ബോഡിക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻസ് ആണ് മാസ്ക് ധരിക്കുന്നതോ, പിന്നെ കുട ചൂടുന്നതോ, പിന്നെ ചെരുപ്പ് ധരിക്കുന്നതൊക്കെ നമ്മുടെ ബോഡിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ബോഡിയിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ ഇല്ലേ? നമ്മുടെ ബോഡി നമ്മൾ ഒരുപാട് രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബോഡിയിലുള്ള സോൾജിയേഴ്സിനെ കുറിച്ച്. ആരൊക്കെയാണ് നമ്മളെ ബോഡിയിലുള്ള സോൾജിയേഴ്സ്? നിങ്ങൾ എഴുതിയ ആൻസേഴ്സൊക്കെ ഒന്ന് വായിച്ചേ. കണ്ണുനീര് ഒരു സോൾജിയറാണ്. ചെവിയിലെ മെഴുക് ഒരു തരത്തിലുള്ള സോൾജിയറാണ്. പിന്നെയോ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ അറിയാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. ഡിഫൻസ് ഈസ് ദ എബിലിറ്റി ടു ദ ബോഡി ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് പാത്തജൻ ആൻഡ് ടു ഡിസ്ട്രോയ് ദോസ് ദാറ്റ് ഹാവ് ഓൾറെഡി എൻറ്റേർഡ് ദ ബോഡി. Our body is well equipped with a variety of defense mechanism. പിന്നെ നമുക്ക് ഈ ഒരു ഡിഫൻസ് മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. രോഗാണു പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിൻ്റെ കഴിവാണ് പ്രതിരോധശേഷി അല്ലെങ്കിൽ ബോഡി ഡിഫൻസ് എന്ന് പറയും. അപ്പം നോക്കിക്കേ, ഡിഫൻസ് ഈസ് ദ
ബോഡിയുടെ ഡിഫൻസ് എന്ന് പറയുന്നത് ദ എബിലിറ്റി ഓഫ് ദ ബോഡി അല്ലെ, ബോഡിയുടെ ഒരു കഴിവാണ് എന്തിനുള്ള, ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് പാത്തജൻ ആൻഡ് ടു ഡിസ്ട്രോയ് ദോസ് ദാറ്റ് ഹാവ് ഓൾറെഡി എൻറ്റേർഡ് ദ ബോഡി. അതായത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉള്ളതുമായിട്ടുള്ള പാത്തജനെ എന്ത് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള ബോഡിയുടെ ഒരു കഴിവാണ് ബോഡി ഡിഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള അല്ലേ വെറൈറ്റി ഓഫ് ഡിഫൻസ് മെക്കാനിസംസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇലിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഇലിസ്ട്രേഷൻ 5.1 ഡിഫൻസ് മെക്കാനിസം, നമ്മുടെ ബോഡിയിൽ കാണുന്ന ഡിഫൻസ് മെക്കാനിസം ആണ് ആ ഒരു ഇലിസ്ട്രേഷനിൽ പറഞ്ഞത്. നോക്കിക്കേ, ഡിഫൻസ് മെക്കാനിസംസ് ഇൻ അവർ ബോഡി, നമ്മുടെ ബോഡിയിലുള്ള ഡിഫൻസ് മെക്കാനിസം ഏതൊക്കെയാണ്? ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ് ഒരു ടൈപ്പാണ്, ബോഡി കവറിങ്സും സെക്രീഷൻസും അതൊരു തരത്തിലുള്ള ഡിഫൻസ് ആണ്. ദെൻ ബോഡി ഫ്ലൂയിഡ്സ്, ശരീരദ്രവങ്ങൾ, ഇതും എന്താണ്, ഡിഫൻസിനെ സഹായിക്കുന്നു. അതിൽ ഫസ്റ്റ് എന്താണ് പറഞ്ഞത്, ബോഡി കവറിങ് ആൻഡ് സെക്രീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്കിൻ അല്ലേ, നമ്മുടെ ചർമ്മം, മ്യൂക്കസ് മെംബ്രെയിൻ, ശ്ലേഷ്മസ്തരം, മ്യൂക്കസ്, ശ്ലേഷ്മം, സലൈവ, ഉമിനീർ, ടിയർ, കണ്ണുനീർ, ഇതൊക്കെ എന്താണ്, നമ്മുടെ ബോഡിയിലുള്ള സെക്രീഷൻസ് ആണ്. ഇവയൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ബോഡി ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണ്? ബ്ലഡും ലിംഫും. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ് ആണ്. ശരീര ആവരണങ്ങളും സ്രവങ്ങളും. ശരീര ആവരണങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് എന്ത്, സ്കിൻ എന്ന് പറയുന്നത് അല്ലേ, നമ്മുടെ ബോഡിയെ മൊത്തം കവർ ചെയ്തുകൊണ്ടുള്ളതാണ് സ്കിന്ന്. സ്കിൻ ഈസ് ദ പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ദ ബോഡി. സ്കിന്നാണ് നമ്മളെ ബോഡിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സേഫ്റ്റി ഷീൽഡ് ദാറ്റ് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ജേംസ് അല്ലേ. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗാണുക്കളുടെ പ്രവേശനം തടയുന്ന ഒരു സേഫ്റ്റി ഷീൽഡ് അല്ലേ, ഒരു സുരക്ഷാ കവചമാണ് സ്കിൻ എന്ന് പറയുന്നത്. അവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, ഫിഗർ 5.1, ദി സ്കിൻ ആൻഡ് ഇറ്റ്സ് ഡിഫൻസ് മെക്കാനിസം. സ്കിന്നും സ്കിന്നിൻ്റെ ഡിഫൻസ് മെക്കാനിസവും, സ്കിന്നിൽ എന്തൊക്കെ തരത്തിലുള്ള ഡിഫൻസ് ആണ് ഉള്ളതെന്നാണ് ആ ഒരു ഇമേജിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കുന്നത്. നമുക്ക് നോക്കാം. നിങ്ങൾ ആ ഇമേജ് ഒന്ന് നോക്കിക്കേ. സ്കിന്നിൻ്റെ ആ ഒരു ഇമേജാണ് നമ്മൾ 9th ക്ലാസ്സിൽ സ്കിന്നിൻ്റെ ഒരു ഇമേജ് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇപ്പം പറയുന്നത്, പ്രൊട്ടക്ഷനുമായിട്ട് സ്കിൻ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്. അവിടെ നിങ്ങൾക്ക് കാണാം, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എപ്പിഡെർമിസ്, സെബേഷ്യസ് ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്. ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, സെബേഷ്യസ് ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്. അതിൽ എപ്പിഡെർമിസ് നോക്കിക്കേ, എ പ്രോട്ടീൻ കോൾഡ് കെരാറ്റിൻ പ്രസൻറ്റ് ഹിയർ പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ജേംസ്. എപ്പിഡെർമിസിൻ്റെ അവിടെ പറഞ്ഞത് എന്താണ്? എപ്പിഡെർമിസിൽ കാണുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ രോഗാണുക്കളെ തടയുന്നു. എപ്പിഡെർമിസ് വ്യക്തമായോ? എപ്പിഡെർമിസിൽ എന്തുണ്ട്? കെരാറ്റിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ഉണ്ട്. ഇതെന്ത് ചെയ്യുന്നു? ജേംസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത് സെബേഷ്യസ് ഗ്ലാൻഡ് ആണ്. അവിടെ നിങ്ങൾക്ക് അടയാളപ്പെടുത്തി കാണാം, യെല്ലോ കളറിൽ കാണുന്നതാണ് സെബേഷ്യസ് ഗ്ലാൻഡ്. സെബം പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്ലാൻഡ് മേക്ക് ദ സ്കിൻ ഓയിലി ആൻഡ് വാട്ടർ പ്രൂഫ്. സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സെബം എന്ന് പറയുന്നത്. അപ്പോൾ സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്രവമാണ് സെബം. സെബം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയെ ഓയിലിയും വാട്ടർ പ്രൂഫുമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്വെറ്റ് ഗ്ലാൻഡ് ആണ്. സ്വെറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിയർപ്പ് ഗ്രന്ഥി എന്ന് പറയും. സ്വെറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെക്രീഷനാണ് സ്വെറ്റ് എന്ന് പറയുന്നത്, വിയർപ്പ്. ദ ഡിസ്ഇൻഫെക്റ്റൻറ്റ് പ്രസൻറ്റ് ഇൻ ദ സ്വെറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഗ്ലാൻഡ് ഡിസ്ട്രോയ് ദ ജേംസ്. അതായത് സ്വെറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അണുനാശിനി ഡിസ്ഇൻഫെക്റ്റൻറ്റ് എന്ത് ചെയ്യുന്നു? ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പം നമ്മൾ സ്കിന്നിൻ്റെ സ്ട്രക്ചറിൽ പ്രൊട്ടക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? എപ്പിഡെർമിസ് പറഞ്ഞു. എപ്പിഡെർമിസിൽ എന്ത് കാണുന്നുണ്ട്? കെരാറ്റിൻ കാണുന്നുണ്ട് അല്ലേ. ദെൻ സെബേഷ്യസ് ഗ്ലാൻഡ്. സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്രീഷനാണ് സെബം. ദെൻ സ്വെറ്റ് ഗ്ലാൻഡ്. സ്വെറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻ ഏതായിരുന്നു? സ്വെറ്റ്. ദ മ്യൂക്കസ് മെംബ്രെയിൻ ഈസ് അനദർ പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ബോഡി പാർട്സ്. മ്യൂക്കസ് മെംബ്രെയിൻ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്ലേഷ്മസ്തരം. ഇതെന്താണ്?
മറ്റൊരു തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ്, നമ്മളെ ബോഡിയെ കവർ ചെയ്യുന്ന മറ്റൊരു പ്രൊട്ടക്ഷനാണ് മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. പാത്തജൻസ് ട്രാപ്ഡ് ഇൻ ദ മ്യൂക്കസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് മെംബ്രെയിൻ ഗെറ്റ് ഡിസ്ട്രോയിഡ്. അതായത് ഈ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന മ്യൂക്കസിൽ പെട്ട് രോഗാണുക്കൾ എന്ത് ചെയ്യുന്നു? നശിക്കുന്നു. The destroyed germs are expelled out by the cilia cell of the mucous membrane. അതായത് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട, നശിക്കപ്പെട്ട രോഗാണുക്കളെ എന്ത് ചെയ്യുന്നു? ശ്ലേഷ്മ സ്തരത്തിലെ സീലിയ കോശങ്ങൾ പുറന്തള്ളുന്നു. അപ്പം അനദർ പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് ഏത്? മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ മ്യൂക്കസ് മെംബ്രെയിൻ നമ്മളെ ബോഡിയെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു സ്ഥലമാണ്. ഈ മ്യൂക്കസ് മെംബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷനാണ് മ്യൂക്കസ്. ഈ മ്യൂക്കസ് എന്ത് ചെയ്യുന്നു? ജേംസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ദെൻ ആ നശിക്കപ്പെട്ട ജേംസ് സീലിയ വഴി എന്ത് ചെയ്യുന്നു? പുറന്തള്ളപ്പെടുന്നു. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സ് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. അതിനുശേഷം ആ 2 ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആൻസർ നിങ്ങൾ എഴുതണം. നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത കാര്യവുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തി എഴുതണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ബോഡി സെക്രീഷൻസ് ലൈക്ക് സ്വെറ്റ്, മ്യൂക്കസ് എക്സ്ട്രാ ഡിസ്ട്രോയ് ജേംസ്. അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ എങ്ങനെയാണ് ഈ ഒരു ബോഡി സെക്രീഷൻസ് ജേംസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതെന്ന്. വിച്ച് ആർ ദ അതർ സെക്രീഷൻസ് ദാറ്റ് ഹെൽപ്പ് ടു ഡിഫെൻഡ് പാത്തജൻസ്. ഇതല്ലാതെ മറ്റ് ഏതെല്ലാം സെക്രീഷൻസ് ആണുള്ളത് പാത്തജൻസുമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ പാത്തജൻസിൽ നിന്ന് നമ്മളെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന്? അവിടെ ഒരു ഹ്യൂമൻ ബോഡിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇലുസ്ട്രേഷൻ 5.2 ബോഡി സെക്രീഷൻസ് ആൻഡ് ഡിഫെൻസ് മെക്കാനിസം. നമ്മളെ ബോഡിയിൽ കാണുന്ന മറ്റ് ചില സെക്രീഷൻസ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓരോന്നായിട്ട് നോക്കിക്കേ. ഫസ്റ്റ് വൺ ഇയർ വാക്സ് ആണ് അല്ലേ? നമ്മുടെ ചെവിയിലുണ്ടാകുന്ന മെഴുക്, ഒരു വാക്സ് ഉണ്ടാവും, ചെപ്പി എന്നൊക്കെ പറയും. അതെന്താണ്? നമ്മുടെ ബോഡിയിൽ കാണുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. നമ്മൾ ചെവിയിലേക്ക് എന്തെങ്കിലും പ്രാണികളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ആ വാക്സിൽ അവിടെ പറ്റിപ്പിടിച്ച് നിൽക്കും. നമ്മുടെ ചെവീൻ്റെ ഉള്ളോട്ട് പോവാതെ അവിടെ പറ്റിപ്പിടിച്ച് നിൽക്കും. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊട്ടക്ഷനാണ് ഇയർ വാക്സ്. ദെൻ ലൈസോസൈം ഇൻ ടിയേഴ്സ്. നമ്മുടെ കണ്ണുനീരിൽ എന്തുണ്ട്? ലൈസോസൈം ഉണ്ട്. ഇതും എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ കരയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രൊട്ടക്ഷനാണ്, നമ്മുടെ കണ്ണിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദെൻ മ്യൂക്കസ് ഇൻ നോസ് അല്ലേ? നമ്മുടെ മൂക്കിൽ എന്ത്? മ്യൂക്കസ്, ശ്ലേഷ്മം. ദെൻ ലൈസോസൈം ഇൻ സലൈവ. സലൈവയിലുള്ള ലൈസോസൈം നമ്മൾ ഡൈജഷൻ്റെ പാഠം പറഞ്ഞ സമയത്ത് 9th പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഫുഡിൽ നമ്മൾ എത്രയൊക്കെ നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും ആ ഫുഡിൽ എന്തുണ്ടാവും? എന്തെങ്കിലും തരത്തിലുള്ള ജേംസ് ഉണ്ടാവും. അത്തരത്തിലുള്ള ജേംസിനെ നശിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ സലൈവയിലുള്ള ലൈസോസൈമാണ്. ദെൻ നെക്സ്റ്റ് വൺ നമ്മുടെ മ്യൂക്കസ് ഇൻ ട്രക്കിയ. നമ്മുടെ ട്രക്കിയയിൽ അല്ലേ? ട്രക്കിയയിൽ കാണുന്ന മ്യൂക്കസ്. ദെൻ അടുത്തത് HCl ഇൻ സ്റ്റൊമക്കിൽ കാണുന്ന HCl. ഇതൊക്കെ നമ്മൾ ആ ഒരു ഡൈജഷൻ്റെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. മ്യൂക്കസ് ഇൻ ഇൻറ്റസ്റ്റൈനിലുള്ള മ്യൂക്കസ്. ദെൻ ലൈസോസൈം ഇൻ യൂറിനിൽ എന്തുണ്ട്? ലൈസോസൈം ഉണ്ട്, ജേംസിനെ കിൽ ചെയ്യുന്നതിനുള്ള. അപ്പോൾ ബോഡിയിൽ ഒരുപാട് മെക്കാനിസംസ് ഉണ്ട് അല്ലേ? ഒരുപാട് സെക്രീഷൻസ് ഉണ്ട്. നമ്മുടെ ബോഡിയെ അണുക്കളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരുപാട് സെക്രീഷൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഇവിടെ ടേബിൾ 5.1 ഉണ്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കുക. പാർട്ട് ഓഫ് ദ ബോഡിയാണ് ഫസ്റ്റ് ബോക്സിൽ. സെക്കൻഡ് ബോക്സിൽ എന്താണ്? സെക്രീഷൻസ് ആണ്. അതിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഫില്ല് ചെയ്ത് നോക്കുക. അവിടെ പാർട്ട് ഓഫ് ദ ബോഡി ഇയർ അല്ലേ? ഇയറിൽ എന്ത് സെക്രീഷനാണുള്ളത്? വാക്സ്. അപ്പം ഇയറിൽ എന്താണ്? ഇയർ വാക്സ്. ദെൻ അവിടെ അടുത്തൊരു ബോക്സിൽ ലൈസോസൈം ഇൻ സലൈവ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ബോഡി പാർട്ട് ഏതാണ് വരിക? അതെഴുതുക. ദെൻ ഐയിൽ എന്താണ് കാണുന്നത്? അതെഴുതുക. ദെൻ HCl ഒരു എന്താണ്? സെക്രീഷനാണ്. അത് ഏത് ബോഡി പാർട്ടിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആ ഒരു ഭാഗവും എഴുതി വയ്ക്കുക. ഇത്രയും നേരം നമ്മൾ പുതിയൊരു ചാപ്റ്ററായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, സോൾജിയേഴ്സ് ഓഫ് ഡിഫെൻസ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാസ്ക് വെയർ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ ബോഡി ഡിഫെൻസിനെ കുറിച്ച് പറഞ്ഞു. ഡിഫെൻസ് മെക്കാനിസം ഇൻ അവർ ബോഡി, അതിനൊരു എന്താണ്? ഒരു ഔട്ട്ലൈൻ കൊടുത്തു. ദെൻ ഫസ്റ്റ് ഡിഫെൻസ് ആയിട്ടുള്ള സ്കിന്നിൽ എന്തൊക്കെ തരത്തിലുള്ള ഡിഫെൻസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എപ്പിഡെർമിസ്, സെബേഷ്യസ് ഗ്ലാൻഡ്, സെറ്റ് ഗ്ലാൻഡ്, അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻസ്.
ദെൻ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ബോഡിയിലുള്ള നമ്മൾ ഫുൾ എൻ്റയർ ബോഡിയിലുള്ള ഡിഫൻസ് മെക്കാനിസം ഏതൊക്കെ സെക്രീഷൻസ് ആണുള്ളതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ ടേബിൾ ഫില്ല് ചെയ്യുക, അവിടെ ഒരു ബോക്സ് കൊടുത്തത് വായിച്ച് നോക്കുക, 2 ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആൻസറും എഴുതുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്